ഈ വണ്ടി ഓടിച്ചോണ്ട് ഞാൻ പോവാ. എവിടെ പോകുന്നു? ഇത്തിരി ദൂരോട്ടാ. സൂപ്പർ വണ്ടിയാ, അടിപൊളിയാ, നല്ല രസം ഓടിക്കാനായിട്ട്. കുഞ്ഞു വണ്ടിയാണ്, ഓടിക്കാനും സൂപ്പറാ, നല്ല രസം. കൊച്ചു പിള്ളേർക്ക് വരെ ഓടിച്ചോണ്ട് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മള് ഓടിക്കണ്ടേ, അടിപൊളിയായിട്ട് പോന്നില്ലേ? പിന്നല്ല. ഇപ്പൊ ഈ വണ്ടി ബാക്കിലോട്ടാ പോകുന്നത്. ഇതിന് റിവേഴ്സ് ഗിയർ ഉണ്ട്. നമ്മള് റിവേഴ്സ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുവാ. ഇത് ഹായ് കൂട്ടുകാരൻ, ഞാനാ നിങ്ങളുടെ ബിനീഷാണ്. എടാ ചേട്ടാ, നമ്മള് ഈ വണ്ടി ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ വണ്ടി ഉണ്ടാക്കിയ ആളെയും കൂടെ പരിചയപ്പെടുത്തണ്ടേ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ സസ്പെൻസ് ആണെന്ന്. അത് ഇപ്പൊ പറഞ്ഞു തരാൻ പോവാ. ആരാണ് ഈ വണ്ടി ഉണ്ടാക്കിയതെന്നും ഈ വണ്ടിയുടെ മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും നമുക്ക് ഇപ്പൊ ചോദിക്കാവേ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈ വണ്ടി ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു കുഞ്ഞു വണ്ടി അല്ലേ? എന്താണ് ഈ വണ്ടി ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യാനുള്ള ഒരു കാരണം? കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ഒരു വാഹനം. അപ്പോൾ അത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, അതേസമയം വളരെ എക്കണോമിക്കലും ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1 ലക്ഷം രൂപയെ ആകത്തുള്ളൂ ഇത് ഒരാൾക്ക് നിർമ്മിക്കാനാണെങ്കിൽ. അപ്പോൾ ഇത് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഒരാൾക്ക് യാത്ര ചെയ്യാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ അതിനകത്ത് ക്യാരി ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്.